ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചിങ്ങമാസത്തിലെ ഏകാദശി, അതായത് പുത്രദാ ഏകാദശി വരുന്ന ദിവസം എന്നാണെന്നും എങ്ങനെയാണ് നമ്മൾ വ്രതമെടുക്കേണ്ടത് എന്നുള്ളതുമാണ്. ഒരുപാട് പേർക്ക് ഈ ഒരു പുത്രദാ ഏകാദശി എന്നാണ്, നാളെ ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ചിലയിടങ്ങളിൽ ഞായറാഴ്ചയാണ് ഏകാദശി വ്രതമെടുക്കുന്നത്, ചിലയിടങ്ങളിലാവട്ടെ അത് തിങ്കളാഴ്ചയാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, തിങ്കളാഴ്ച വരുന്ന, അതായത് ആഗസ്റ്റ് 24 നമ്മൾ ഈ ഒരു പുത്രദാ ഏകാദശി വ്രതമെടുക്കുന്നതാണ് നല്ലത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഏകാദശി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് 2026 ഓഗസ്റ്റ് 23 അതായത് നാളെ ഞായറാഴ്ച അതികാലെ 2 മണി മുതൽ പിറ്റേന്ന് 24 തിങ്കളാഴ്ച വെളുപ്പിനെ 4:18 അവസാനിക്കും. സാധാരണ നമ്മൾ ദശമി ബന്ധമുള്ള ഏകാദശി എടുക്കാറില്ല. പകരം നമ്മൾ ദ്വാദശിയോട് കൂടിച്ചേർന്ന് വരുന്ന മഹാദ്വാദശിയാണ് ഏകാദശി വ്രതമായിട്ട് എടുത്ത് ആചരിക്കുന്നത്. അന്നത്തെ ദിവസം വാമന ദ്വാദശി എന്നും കൂടിയിട്ട് അറിയപ്പെടും. അപ്പോൾ ഏകാദശിയും മഹാദ്വാദശിയും ഒന്നിച്ചു ചേർന്ന് വരുന്ന 2026 ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച നമ്മൾ വ്രതമെടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ഇനി നമ്മൾ താമസിക്കുന്ന വീടിനടുത്ത്, നിങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ 23 ഞായറാഴ്ചയാണ് ഏകാദശി വ്രതമായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. ഈ ഒരു ഏകാദശിയും മഹാദ്വാദശിയും വാമന ദ്വാദശിയോടുകൂടി ചേർന്ന് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ദാമോദര മഹാദ്വാദശി എന്നും കൂടിയിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് 25 പാരണ വീടേണ്ടത് 25 ചൊവ്വാഴ്ചയാണ്. ആ ഒരു സമയം ഞാൻ പറയാം. ഇനി നിങ്ങൾ ഞായറാഴ്ചയാണ് ഏകാദശി വ്രതം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് നിങ്ങൾ പാരണ വീടേണ്ടത്. അപ്പം അത് നമ്മുടെ ഇഷ്ടമാണ്. എന്തായാലും ഈ 2 ദിവസം തിങ്കളാഴ്ച പാരണ വീടുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല ചൊവ്വാഴ്ച പാരണ വീടുന്നുണ്ടെങ്കിലും അത് എന്നാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പുത്രദാ ഏകാദശി എന്ന് പറയുന്നത് വളരെ അധികം മഹത്തരമായിട്ടുള്ള, നമ്മുടെ മക്കൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരുന്ന ഒരു ഏകാദശിയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾ മുതൽ എത്ര വലിയ മക്കൾ നമുക്കുണ്ടെങ്കിലും അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പുത്രദാ ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് പേര് എന്നോടൊരു സംശയം ചോദിച്ചിരുന്നു, ഏകാദശി ദിവസം മരിച്ച വീട്ടിൽ പോകാമോ എന്നുള്ളത്. അതായത് കഴിഞ്ഞ ഏകാദശിക്കാണ് തൊട്ടടുത്ത വീട്ടിലൊരു മരണമുണ്ടായി, ഞാൻ ഏകാദശി വ്രതം എടുക്കുകയും ചെയ്തു, എനിക്കവിടെ പോവാതിരിക്കാനും പറ്റില്ല, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കങ്ങനെ സംഭവിക്കാം. നമ്മുടെ വീടിനടുത്തൊരു മരണമുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോകാം. അപ്പം നമുക്ക് അവിടെ പോകാമോ, അവിടെ പോയാൽ നമ്മുടെ ഈ ഒരു വ്രതം മുറിഞ്ഞു പോകുമോ, അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മരണ വീട്ടിൽ പോയി ഏകാദശി ദിവസം വ്രതമനുഷ്ഠിക്കുന്ന ദിവസം നമ്മൾ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് അത് കണ്ട് ആ ബന്ധുക്കൾക്കൊരാശ്വാസമൊക്കെ കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുന്നതൊന്നും അത്ര വലിയ തെറ്റുകളൊന്നുമല്ല. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതെനിക്ക് ദോഷമാണോ, എനിക്ക് ആ മെസ്സേജ് അയച്ച ആൾ ചോദിച്ചാൽ അതൊരു ദോഷമായിട്ട് ഭവിക്കുമോ എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു ദോഷമല്ല. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകാദശിയുടെ മഹിമ വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം മറ്റുള്ളവർക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം, അതായത് ഒരു മരിച്ച വ്യക്തി, ആ വ്യക്തി മരിച്ചു പോകുമ്പം ആ ബന്ധുക്കൾക്ക് എത്രമാത്രം വിഷമം വരും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയി നമ്മുടെ ഒരു വാക്ക് അവർക്കൊരു ആശ്വാസമാണെങ്കിൽ അതൊരു മഹത്തരമായിട്ടുള്ള ഒരു പുണ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പുണ്യം നമുക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏകാദശി വ്രതം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് വ്രതമായിട്ട് എടുത്തിട്ട് മാത്രം കാര്യമില്ല. നമ്മളെക്കൊണ്ട് കഴിയുന്നത്ര സത്കർമ്മങ്ങൾ, അത് ഭഗവാന്റെ നാമം ജപിക്കുന്നതാവാം, ഒരു നേരത്തെ ഭക്ഷണം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാവാം, വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതാവാം, അതൊക്കെ സത്കർമ്മങ്ങളാണ്. അപ്പം ആ സത്കർമ്മത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണിത്. അല്ലാതെ ചിലർ പറയുന്നത് പോലെ വെള്ളം പോലും കുടിക്കാതെ ഭക്ഷണം പോലും കഴിക്കാതെ നമ്മുടെ മുമ്പിലൊരു മനുഷ്യൻ വീണ് കിടക്കുന്ന കണ്ടിട്ട് ആ മനുഷ്യനൊരു സഹായം പോലും ചെയ്യാതെ നമ്മൾ വലിയ വ്രതമൊക്കെ എടുത്ത് ഭഗവാനൊരു ദീപം കൊളുത്തിയിട്ടൊന്നും നമ്മളെടുക്കുന്ന വ്രതത്തിൻ്റെ യാതൊരു പുണ്യവും നമുക്ക്
കിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്കിതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് ആ ദിവസം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ഭഗവാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഏകാദശി വ്രതം തുടരാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അടുത്തുള്ള വീടുകളിലോ നമ്മുടെ ബന്ധുക്കൾക്കോ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഭഗവാൻ നമ്മളെ ഏൽപ്പിക്കുന്നൊരു ദൗത്യമാണ് അതെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ആ വീട്ടിൽ പോയി അവിടെ അവരെ ആശ്വസിപ്പിക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും വ്രതം എടുക്കുമ്പം ഇതുപോലെയുള്ളിടത്ത് പോയി ഭക്ഷണം വെള്ളം കുടിക്കാനൊന്നും പാടില്ല. അതുമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വ്രതം മുടങ്ങിപ്പോവും. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. തിരിച്ചു വന്ന് വീട്ടിൽ കയറുന്നതിന് മുമ്പ് ആ ഇട്ടിരിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും നമ്മൾ കഴുകി ഇട്ടിട്ട് കുളിച്ച് ശുദ്ധമായി നല്ല വസ്ത്രം ധരിച്ച് വീട്ടിൽ കയറുക. നമുക്ക് നമ്മുടെ വ്രതം കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോകാം. പിന്നെ തുടർച്ചയായിട്ട് വ്രതം എടുക്കുമ്പോൾ പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ വ്രതം ഒന്നും മുടങ്ങില്ല. നമുക്ക് പീരിയഡ്സ് വരുമ്പോൾ ആകെ കിട്ടുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല, ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല, ഭഗവാന്റെ നാമങ്ങൾ ഇഷ്ടം പോലെ ജപിക്കാം. പിന്നെ സ്ത്രീകൾക്ക് പീരിയഡ്സ് വരുമ്പോൾ പലർക്ക് പല ബുദ്ധിമുട്ടുകളാണ്. വയറുവേദന അധികമായിട്ടുള്ളവരുണ്ടാവും, ഛർദി, തലകറക്കം, വൊമിറ്റിംഗ്, അങ്ങനെ പല. അപ്പം നമ്മുടെ സാഹചര്യം, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് നമ്മൾ വ്രതമെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ആ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും ഞാൻ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഏതൊരു സമയത്തും നമുക്ക് നമ്മുടെ ഭഗവാന്റെ നാമം ജപിക്കാം. മനസ്സ് അശുദ്ധമാക്കി വെച്ചിട്ട് നാമം ജപിക്കുന്നതിലാണ് തെറ്റ്. അല്ലാതെ മനസ്സ് ശുദ്ധമാക്കി വെച്ച് നമ്മൾ എത്ര കണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാലും അതിലൊരു അശുദ്ധിയും നമുക്കുണ്ടാവുന്നതല്ല. റെസ്ട്രിക്ഷൻസ് പലരും വെക്കും. പിന്നെ ചില കാര്യങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും പാലിച്ചിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഏകാദശി വ്രതം എടുക്കേണ്ടത് നമുക്കറിയാമല്ലോ. ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിലായിട്ട് നീണ്ടു കിടക്കുന്നതാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത്. അപ്പം തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവരൊക്കെ നാളെ ഞായറാഴ്ച ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കണം. അതല്ല ഞങ്ങൾ ഞായറാഴ്ചയാണ് ഏകാദശി വ്രതം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച നിങ്ങൾക്ക് ഒരു നേരം അരിയാഹാരം, അതായത് ഇന്ന് ഒരു നേരം അരിയാഹാരം കഴിക്കാം. ഏകാദശിയുടെ അന്ന് നമുക്ക് ഭക്ഷണം, അതായത് നമ്മുടെ ശാരീരിക സ്ഥിതി, മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ അതനുസരിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 2 നേരം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാം. അതൊക്കെ നമ്മുടെ താല്പര്യമാണ്. അന്നത്തെ ദിവസം വീടിനടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഭഗവാന് എപ്പോഴും പറയുന്നതാണ് എല്ലാ കാര്യങ്ങളും. എന്നാൽ പോലും ഞാൻ വീണ്ടും അത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവേണ്ട എന്ന് കരുതിയാണ് പറയുന്നത്. നെയ്ദീപം കൊളുത്തുക, തുളസിമാല സമർപ്പിക്കുക, മഞ്ഞപ്പെട്ട്, തൃക്കൈ വെണ്ണ, പാൽപ്പായസം. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ തൊടിയിലുണ്ടാകുന്ന തുളസിയിലയും ചെത്തിപ്പൂവുമാണ് ഭഗവാന് കൊടുക്കാനുള്ളതെങ്കിൽ അതൊരു വാഴയിലാക്കി കുറച്ച് വെള്ളം തളിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കുക. നാരായണ എന്നുള്ള ഭഗവാന്റെ നാമം ജപിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് നമ്മൾ തന്നെ പൂക്കളും ഇലകളും ഒക്കെ കൊണ്ടൊരു മാല തയ്യാറാക്കി അത് ഭഗവാന് സമർപ്പിക്കുന്നതിൽ പരം പുണ്യം നമുക്ക് മറ്റൊന്നും കിട്ടാനില്ല. പിന്നെ അന്നത്തെ ദിവസം കാക്കയ്ക്കും അതേപോലെ തന്നെ ചെറിയ പ്രാണികൾക്കുമൊക്കെ ഭക്ഷണം കൊടുക്കുക. അന്നദാനം അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. അതേപോലെ തന്നെ പശുക്കൾക്ക്, അത് നമ്മുടെ വീടിനടുത്തോ വഴിയിൽ കൂടി പോകുന്ന പശുവോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വളർത്തുമല്ലോ, അങ്ങനെയുള്ള പശുക്കൾക്കാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള അന്നം, കറുകപ്പുല്ല്, ചെറുപയർ മുളപ്പിച്ചത്, അല്ലെങ്കിൽ ചെറുപയർ കുതിർത്തത്, ശർക്കര, പഴം, പച്ചക്കറികൾ, അകത്തിക്കീര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ ഇതൊക്കെ പശുവിന് സമർപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഏകാദശി ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. കഴിവതും ഭഗവാന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം മാറ്റി വെക്കുക. നമ്മുടെ വീട്ടിലിപ്പം ജോലികൾ ചെയ്യുകയാണെങ്കിലും ഭഗവാന്റെ നാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നമ്മൾ ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഏകാദശിക്ക്, ഏതൊരു ഏകാദശിക്കും ഒരു കഥയുണ്ടാൻ അർജുനന് പറഞ്ഞു കൊടുത്തതാണ്. ദ്വാപരയുഗത്തിൻ്റെ തുടക്കത്തിൽ അഹിഷ്മതി എന്നുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജാവായിരുന്നു മഹാജിതൻ. ഈ രാജാവ് വളരെയധികം ശ്രേഷ്ഠനായിരുന്നു, വളരെ നല്ല വ്യക്തിയായിരുന്നു. ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നു, ഒരുപാട് യജ്ഞങ്ങളൊക്കെ നടത്തിയിരുന്നു. തൻ്റെ രാജ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ നോക്കി ഭരണം നടത്തുന്ന ഒരു രാജാവായിരുന്നു. പക്ഷേ ആ രാജാവിന് മക്കളുണ്ടായിരുന്നില്ല, അതായത് പുത്രനുണ്ടായിരുന്നില്ല. അത് ഈ രാജാവിന് വളരെയധികം വിഷമമായിരുന്നു. കാരണം നമ്മുടെ ഈ ഒരു ഹിന്ദു ധർമ്മത്തിൽ പറയുന്നത് പുത്രന്മാർ ഇല്ലെങ്കിൽ മോക്ഷം കിട്ടില്ല എന്നുള്ളതാണ്.
അപ്പം പണ്ട് കാലത്തൊക്കെ അത് വളരെയധികം വിശ്വസിച്ച് പോന്നിരുന്നതുകൊണ്ട് ഈ രാജാവിന് ഇത് ഭയങ്കരധികം വിഷമമായിരുന്നു. തൻ്റെ മരണം ശേഷം ഈ രാജ്യത്തെ നോക്കാൻ ആരുമില്ലെന്നും തനിക്ക് മോക്ഷം തരാൻ ആരുമില്ല എന്നുള്ള വിചാരത്തിൽ ദിവസം ചെല്ലും തോറും രാജാവ് വളരെയധികം ക്ഷീണിതനായി. കാരണം മനസ്സിലെ വിഷമം അത്രമാത്രം കൂടിയിട്ട് അദ്ദേഹം എന്തു ചെയ്തു, തൻ്റെ രാജ്യത്തിലെ പ്രഗത്ഭരായ ജനങ്ങളെയും മന്ത്രിമാരെയും നല്ല ജ്യോതിഷികളെയും സന്യാസിമാരെയും ഒക്കെ വിളിച്ചു ചേർത്തൊരു യോഗമായിട്ട് എന്നിട്ട് അവരോട് ഈ ഒരു സങ്കടം ഉണർത്തിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എല്ലാ രീതിയിലും രാജ്യത്തെ നോക്കും, ദാനധർമ്മങ്ങൾ ചെയ്യും, പക്ഷേ എനിക്കൊരു പുത്രഭാഗ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം കുറച്ച് പേർക്ക് ഇതൊക്കെ കേട്ടപ്പോൾ വളരെയധികം സങ്കടം വന്നു, വിഷമമായി. അങ്ങനെ വന്നപ്പം ഒരു സന്യാസി, ആ കൂട്ടത്തിലുള്ളൊരു സന്യാസി രാജാവിനോട് പറഞ്ഞു, ഇവിടെ അടുത്തുള്ളൊരു കാട്ടിൽ വളരെ പ്രഗത്ഭനായ വളരെയധികം അറിവും പാണ്ഡിത്യവും തപശക്തിയുമുള്ള ഒരു സന്യാസി തപസ് ചെയ്യുന്നുണ്ട്. ആ സന്യാസിയുടെ പേര് ലോമാഷ് എന്നാണ്. അവിടെ ചെന്ന് അങ്ങയുടെ ഈ ദുഃഖം ഉണർത്തിച്ചാൽ തീർച്ചയായിട്ടും അങ്ങയുടെ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് മഹർഷിയുടെ അടുത്ത് പോകുന്നു. മഹർഷിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് മഹർഷി കുറച്ചു നേരം ധ്യാനനിരതനായിരുന്നതിന് ശേഷം ആ മഹർഷി രാജാവിനോട് പറയുകയാണ്, രാജാവേ, അങ്ങ് ഈ ജന്മത്തിൽ വളരെയധികം ശ്രേഷ്ഠനാണ്, അത് ശരിയാണ്. അങ്ങ് എല്ലാ ദാനധർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, ദയാലുവാണ്, എല്ലാമാണ്. പക്ഷേ കഴിഞ്ഞ പക്ഷേ അങ്ങ് വളരെയധികം അഹങ്കാരിയായിരുന്നു. ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലോട്ട് വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസം അങ്ങിങ്ങനെ വിശന്ന് വലഞ്ഞ് നടന്ന സമയത്ത് ജലസംഭരണിയിൽ ജലം കുടിക്കാനായിട്ട് പോകുന്നു. അവിടെ പോയി ജലം കുടിക്കുന്ന സമയത്ത് ഒരു പശുക്കുട്ടിയും കൂടി അതേ ജലസംഭരണിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അതങ്ങ് കണ്ടു. അങ്ങ് എന്ത് ചെയ്തു, ആ പശുക്കുട്ടിയെ ജലം കുടിക്കാൻ സമ്മതിക്കാതെ അവിടുന്ന് ഓടിച്ചു വിട്ടു. അപ്പോൾ അത് വീണ്ടും വന്നു. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ അതിനെ ഓടിച്ചു വിട്ടു. അങ്ങനെ 2-3 പ്രാവശ്യം ഈ ഒരു തെറ്റ് അങ്ങ് പശുക്കുട്ടിയോട് ചെയ്തു. ഈ ജന്മത്തിൽ അങ്ങ് രാജാവായിട്ട് ജനിച്ചു. പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് ആ പശുക്കുട്ടിയോട് കാണിച്ച തെറ്റാണ് ഈ ജന്മത്തിൽ അങ്ങേക്ക് പുത്രഭാഗ്യത്തെ നിഷേധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങ് ഈ ജന്മത്തിൽ അതിനുള്ള പരിഹാരം ചെയ്യണം. എങ്കിൽ മാത്രമേ അങ്ങേക്ക് പുത്രഭാഗ്യം ഉണ്ടാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കും, ഞാൻ എന്താണ് ഈ ഒരു പാപ പരിഹാരം ചെയ്യേണ്ടത്? അപ്പോൾ ആ മഹർഷി പറയും, ശ്രാവണമാസത്തിലെ പുത്രദാ ഏകാദശി വ്രതം, അത് ശുക്ലപക്ഷത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്രതം അങ്ങ് അനുഷ്ഠിച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത് ഭഗവാനെ ഭജിച്ചാൽ തീർച്ചയായും അങ്ങേക്ക് കുഞ്ഞുണ്ടാവും. അങ്ങനെ ആ നാട് മുഴുവൻ, രാജാവ് മാത്രമല്ല ആ നാട് മുഴുവൻ രാജാവിന് വേണ്ടിയിട്ട് ഈ ഒരു വ്രതം അനുഷ്ഠിച്ചു. അന്നത്തെ ദിവസം ഈ ഒരു രാജാവ് ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് രാജാവിന് ഒരു പുത്രൻ ജനിച്ചു. അപ്പം ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, അർജുന, 1000കണക്കിന് യജ്ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് ഈ ഒരു പുത്രദാ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് എന്നെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത്. അപ്പം കഴിയുന്നതും നിങ്ങളൊക്കെ ഈ ഒരു ഏകാദശി വ്രതം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം അരി ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എന്ത് ഭക്ഷണവും കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതി മാത്രം നോക്കുക, നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ ചെയ്യുക. നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒന്നും ഒരു മനുഷ്യനും വ്രതമെടുക്കുമ്പോൾ ദ്രോഹം ചെയ്യാതിരിക്കുക. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ, കഴിഞ്ഞുപോയ ജന്മത്തിൽ നമ്മൾ എന്തായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദുഃഖത്തിന് പിന്നിൽ കഴിഞ്ഞ ജന്മത്തിലെ ഒരു കഥയുണ്ട്. അപ്പം ഈ ജന്മം നമ്മൾ എത്ര വലിയ ദാനധർമ്മങ്ങൾ ചെയ്താലും, നമ്മൾ എത്ര വലിയ വ്രതങ്ങൾ അനുഷ്ഠിച്ചാലും, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റ് നമ്മളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട്, അതിൻ്റെ ആ ഒരു പാപം നമ്മളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ.
ചിലപ്പം ഈ ജന്മത്തിൽ മക്കളില്ലാത്തത്, വലിയ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നത്, ചെറിയ പ്രായത്തിൽ തൻ്റെ ഇണയെ നഷ്ടപ്പെടുന്നത്, മക്കളാൽ നമ്മൾ വേദനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള വലിയ പാപമായിരിക്കും. നമുക്കതറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതൊക്കെ വ്രതങ്ങൾ വന്നാലും, ഇപ്പം വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അന്നത്തെ ദിവസം നോൺ വെജ് ഒഴിവാക്കുക, ഭഗവാനെ നാമം ജപിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ പറയുക, കഴിയുന്നത്ര ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, അതേപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇതുവഴിയൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ദോഷത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇനി വ്രതത്തിൻ്റെ പാരണ വീടേണ്ടുന്നത്, അതായത് 23-ാം തീയതി ഞായറാഴ്ചയാണ് നിങ്ങൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരണ വീടേണ്ടത് 24-ാം തീയതി ഉച്ചയ്ക്ക് 1:40-നും 1:50-നും ഇടയ്ക്കുള്ള ആ ഒരു 10 മിനിറ്റ് സമയമാണ്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ പാരണ വീടണം. അങ്ങനെയല്ല, 24-ാം തീയതി തിങ്കളാഴ്ചയാണ് നിങ്ങൾ വ്രതമെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പാരണ വീടേണ്ടത് 25-ാം തീയതി ചൊവ്വാഴ്ച 6:16-നും 6:23-നും. ആ ഒരു പർട്ടിക്കുലർ സമയം, വളരെ കുറച്ച് സമയമേ ഉള്ളൂ, 10 മിനിറ്റ് ഇല്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ പാരണ വീടണം. വീട്ടിൽ തുളസിയിലിട്ട് ജലം കുടിച്ചോ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ചോ നമുക്ക് പാരണ വീടാവുന്നതാണ്. ഈ ഒരു ഏകാദശിക്ക് പവിത്രോപന ഏകാദശി എന്നുള്ള മറ്റൊരു പേര് കൂടിയിട്ടുണ്ട്. വളരെയധികം ഓസ്പിഷ്യസ് ആയിട്ടുള്ളതാണ് ഈ ഒരു പുത്രദാ ഏകാദശി. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വട്ടം നിങ്ങൾ ഈ ഒരു വ്രതം എടുത്താൽ മതി. ഇതുവരെയായിട്ടും ഏകാദശി വ്രതം എടുക്കാത്തവരാണെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരേ ഒരു പ്രാവശ്യം ഈ ഒരു വ്രതം എടുത്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശര